നീറ്റ് യു.ജി. പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. മെയ് 3-ന് നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ആരതി കൃഷ്ണ വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആരതി, വലിയ സംഭവമാണല്ലോ അത്. അതായത് ഇത്രമാത്രം കുട്ടികളെ പ്രതിസന്ധിയിലാക്കുന്ന, ഒരു തവണ എഴുതിയ പരീക്ഷ വീണ്ടും എഴുതുക എന്നതിലേക്കൊക്കെ പോകേണ്ടി വരും. ഇതിപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യപേപ്പർ ചോർച്ച ആരോപണം വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്? സനീഷ്, തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായിരുന്നു. അതായത് രാജസ്ഥാൻ പോലീസാണ് നിലവിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പഠിക്കുന്ന MBBS പഠിക്കുന്ന രാജസ്ഥാൻ സ്വദേശിയായ ഒരു വിദ്യാർത്ഥി ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന തരത്തിലുള്ള സംശയങ്ങളെല്ലാം രാജസ്ഥാൻ പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് രാജസ്ഥാൻ പോലീസ് കടന്നിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് 3-ാം തീയതി, അതായത് ഞായറാഴ്ച, മെഡിക്കൽ കോഴ്സുകളിലേക്ക്, അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് രാജ്യത്താകെ നടത്തുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. മെയ് 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു പരീക്ഷയാണ് നടത്തിയത്. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയിരുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കുകയാണ് എന്ന തീരുമാനമാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്കായി അപേക്ഷിച്ചിരുന്നു. നിലവിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉണ്ടായ ഒരു പശ്ചാത്തലം, അതായത് രാജസ്ഥാനിൽ ഗസ്റ്റ് പേപ്പർ എന്നുള്ളൊരു നിലയിൽ, ഗസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളൊരു തരത്തിൽ കൈകൊണ്ട് എഴുതിയ ഹാൻഡ് റിട്ടൺ ആയ ഒരു ചോദ്യപേപ്പർ പ്രചരിച്ചിരുന്നു. നിരവധി പേർ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ ചോദ്യപേപ്പർ വാങ്ങി, അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ വിറ്റഴിച്ചു എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തലുകൾ രാജസ്ഥാൻ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ അന്വേഷണം തുടരുകയാണ്. ഇങ്ങനൊരു സംശയം ഉയരാൻ കാരണം ഈ ഗസ്റ്റ് പേപ്പറിൽ വന്ന 120 ചോദ്യങ്ങളിലധികം ഈ നീറ്റ് പരീക്ഷയിലും ആവർത്തിച്ചു എന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നൊരു സംശയം ബലപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. സനീഷ്, ശരി, പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്നാണ് അത്. വലിയ ബുദ്ധിമുട്ടിലേക്ക് സ്വാഭാവികമായിട്ടും നീറ്റ് യു.ജി. പരീക്ഷ എഴുതിയ ആളുകൾ പോകും. ഒന്നുകൂടെ പരീക്ഷ എഴുതുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്.